Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ബി.ജെ.പി. എം.പി. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്നു. തൃശൂർ മണ്ഡലത്തിലാകെ അതിന്റെ ആഘോഷങ്ങളായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും ആളുകൾ തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് തത്സമയം ആളുകൾ കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി.ജെ.പി. ലോക്സഭാംഗം കേന്ദ്രമന്ത്രിസഭയിലേക്ക്. തൃശ്ശൂരുകാർ ആവേശത്തിലാണ്. കേരളത്തിന്റെ കേന്ദ്രമന്ത്രി ആദ്യമായി ബി.ജെ.പിക്ക് ലോക്സഭയിലൂടെ കേരളത്തിൽ കിട്ടുന്ന കേന്ദ്രമന്ത്രി. ഇനി നമുക്ക് ജോർജ് കുര്യന്റെ സത്യപ്രവേശ വിവരങ്ങളുമായി അഞ്ജുരാജ് ഉണ്ട്. അഞ്ജുരാജ്, അങ്ങനെ തൃശ്ശൂരുകാർ കാത്തിരുന്ന, കേരളം കാത്തിരുന്ന ആ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. തൃശ്ശൂരിന്റെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. എങ്ങനെയായിരുന്നു പ്രതികരണം? ആ അക്ഷമയോടുകൂടി ഇത്രയും നേരം കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. പൊങ്ങുന്നത്തെ മുതിർന്ന ബി.ജെ.പി. നേതാവ് രാഹുലിന്റെ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആവും, ഉറപ്പാണ്. അദ്ദേഹത്തിന് ഇതിൽ ഞങ്ങൾ മുഴുവൻ ആളാണ്. ഞങ്ങളുടെ ഈ അയ്യന്തോട് ഏരിയ എന്നാണ് എല്ലാ ബൂത്തിലും ഞങ്ങൾ അദ്ദേഹത്തിന് ലീഡ് ചെയ്തു. വൻ ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, സന്തോഷം. എന്നാലും സന്തോഷമായിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര സഹമന്ത്രിയായില്ല, ചെറിയ സന്തോഷം. അടിപൊളി, സൂപ്പർ. ഞങ്ങളുടെ വലിയ അദ്ദേഹം സാധിച്ചു തന്നു. സന്തോഷം മാത്രം, സന്തോഷം മാത്രം. വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഈ ദിവസം കാത്തിരിക്കായിരുന്നു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ വിളിച്ചത് മുതൽ വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി ആളുകളാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ്. ആഹ്ലാദം അത്രയും അവർ പ്രകടിപ്പിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചും സന്തോഷം പരസ്പരം പങ്കുവച്ചും. അത് ഒരാൾ പറഞ്ഞതുപോലെ ഇതിപ്പോ ഏതാനും സിനിമകളുടെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയായി തന്നെ സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് NDA യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ വിജയപരാജയങ്ങൾക്കപ്പുറത്ത് പ്രത്യേകം കേരളത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞു. നിരന്തരമായ പരിശ്രമം കൊണ്ട് കേരളത്തിലും താമര വിരിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ താമര കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഏതാണ്ട് ഉറപ്പായിരുന്നു സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചാൽ കേന്ദ്ര മന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തീർന്നില്ല, ഇനിയും ഒരാൾ കൂടിയുണ്ട്. ഇനി ജോർജ് കുര്യന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രശാന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ടെങ്കിൽ പ്രശാന്ത്, ഇനി അധികം ആളുകളുണ്ടോ?